ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മന്തി റെസിപ്പിയുമായിട്ടാണ്, മട്ടൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളായിരിക്കും വലിയ മട്ടൻ്റെ പീസൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഈ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് മട്ടൻ മന്തി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാൻ നമ്മുടെ ചാനലിൽ മട്ടൻ മന്തി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് പ്രഷർ കുക്കർ യൂസ് ചെയ്തിട്ടാണ്. ഇതിപ്പം പ്രഷർ കുക്കർ യൂസ് ചെയ്യാണ്ട് വലിയൊരു പീസൊക്കെ എങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുള്ള ഇതെടുത്തിട്ട്, ചെറിയ പീസല്ല, അത്യാവശ്യം മീഡിയം സൈസ് പീസാക്കിയിട്ടുള്ള മട്ടനും എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു മട്ടൻ ലെഗും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയൊരു പീസും എടുത്തിട്ടുണ്ട്. അപ്പം വലിയ പീസ് തന്നെ മൊത്തത്തിൽ എടുക്കാം. ഞാൻ പിന്നെ മൊത്തത്തിൽ എടുക്കുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്കിതുപോലെ വലിയൊരു പീസായിട്ടും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കാല് വാങ്ങിക്കുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക കേട്ടോ. അകത്തേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക. പിന്നെ പ്രഷർ കുക്കറിലെല്ലാം ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ മട്ടൻ മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു സൈസിലുള്ള പാത്രവും നമ്മളൊന്ന് കാണണം കേട്ടോ ആദ്യം. അപ്പോൾ ഞാൻ ഇതിനേക്കാളും വലിയ പീസിലായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പം ആ ഒരു പീസിലുള്ള വലുപ്പത്തിലുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 സവോള വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 3-4 ഏലയ്ക്ക, 3-4 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മട്ടൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മട്ടൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ലാംബ് സ്റ്റോക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇതുപോലെ ക്യൂബായിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്ന കേട്ടോ. ഞാനിത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 2 പീസ് ഈ ലാംബ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോക്ക് വേറെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ മട്ടൺ വേവിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റോക്ക് അധികം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും നമ്മുടെ മന്തിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി അതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തിട്ടുണ്ടെങ്കിൽ മട്ടൺ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തുള്ള മട്ടനാണ്. അപ്പോൾ അതാ നമ്മുടെ കാല് കൊള്ളുന്ന പാകത്തിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. കുറച്ചധികം വെള്ളത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ സ്റ്റോക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. കുറച്ച് സൂപ്പിനായിട്ട് കുറച്ച് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇത്രയും അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം മട്ടൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിക്കണം. കാരണം നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കില്ല. അപ്പോൾ അത്യാവശ്യം നേരം ഇത് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് വെച്ച ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെക്കുവാണ്. 1 മണിക്കൂർ ഞാൻ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മട്ടന്. നാട്ടിലുള്ളവർക്കും അതുപോലെ വിറകടുപ്പ് വീട്ടിലുള്ളവർക്കൊക്കെ ചെമ്പട്ടിയിലാണ്ട് ഇത് വെച്ച് കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടി ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇതുപോലെ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇത് 3ഉം കൂടി ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മട്ടൻ റെഡിയായ ശേഷം വേണം, വെന്ത ശേഷം വേണം ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലോട്ട് അരി എടുക്കേണ്ടത് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും സെല്ല ബസ്മതി റൈസാണ് കേട്ടോ ഇതിലോട്ട് വേണ്ടത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പം ഇത് ഞാൻ 6 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ അരി. അത് ഞാൻ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്താൽ മതി, ഒരുപാട് നേരം ഒന്നും സോക്ക് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ ഇതാ നല്ലോണം കുക്കാവുന്നുണ്ട്. വെള്ളം കുറച്ച് വറ്റി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 1 മണിക്കൂറാണ് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂറാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നാട്ടിൽ വിറകടുപ്പൊക്കെ ആണെങ്കിൽ അത് നമ്മൾ നോക്കേ വേണ്ട, അതവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കുക്കായിക്കോളും, നല്ലോണം വെന്തുടഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അരി വേവിക്കാനുള്ള വെള്ളമാണ്, അതിലോട്ട് തിളച്ച പാട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല, കുറച്ചധികം വെള്ളത്തിൽ, നല്ലോണം വെള്ളത്തിൽ വേണം ഈ അരി കുക്ക് ചെയ്തെടുക്കാൻ, എന്നാലേ പശപ്പൊക്കെ പോവുള്ളൂ. പിന്നെ നമ്മൾ അരി വേവിക്കുന്ന വെള്ളത്തിലോട്ട് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉപ്പല്ലാണ്ട് വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതായത് ഒരു 90% വെന്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇനി 1 മണിക്കൂർ ദമ്മിടുന്നുണ്ട്. ഈ ചോറ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വെന്തോളും. അപ്പോൾ അത് വേവണം കേട്ടോ, വെന്തിട്ടുണ്ടോ നോക്കുക കേട്ടോ. ആദ്യം ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്, അപ്പം അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ മട്ടൻ്റെ ലെഗും ബാക്കി പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്റ്റോക്കാണല്ലോ, ലാമ്പിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ അത് ഇതുപോലെ അരിപ്പയിലൂടെ ആ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. സ്റ്റോക്ക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് മാക്സിമം ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുക കേട്ടോ, നല്ലോണം പിഴിഞ്ഞെടുക്കുക, എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ, ആ ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ കുറച്ചെടുത്തിട്ട് സൂപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് കുക്കാവുന്നുണ്ട്. അപ്പോൾ അരി ഇതുപോലെ കുക്കായി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. അപ്പം അരി കുക്കായിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഒരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റുന്നത് കേട്ടോ. വല്ലാണ്ട് വെന്തുടയരുത്. അപ്പോൾ കുക്കായിട്ടുണ്ട്, ഞാനിത് ഒരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ സാധാ ബസ്മതി റൈസും കൊണ്ട് നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ സെല്ല ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ടൈപ്പ് അരിയാണ്, ഒരു മഞ്ഞ കളറാണ് അരി ഉണ്ടാവുക നീളത്തിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അത് അതുപോലെ നല്ലോണം വിട്ട് നിൽക്കും, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. മന്തിക്ക് പറ്റിയ അരി സെല്ല ബസ്മതി റൈസ് ആട്ടോ. കുറേ പേര് എപ്പോഴും ചോദിക്കാറുണ്ട് ബസ്മതി റൈസ് തൊട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ടേസ്റ്റ് സെല്ല ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട്, ബാക്കി ഞാൻ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ നമ്മുടെ മട്ടൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ടീസ്പൂണോളം ചേർക്കുക, 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മട്ടനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം, നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് പാന് ചൂടാക്കുക, അതിലോട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും മന്തി ഉണ്ടാക്കുമ്പോൾ പറയുന്നതാണ് ഓയിൽ നിർബന്ധം കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കുക, വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഞാൻ ഒരു വലിയ സവോള ഇതുപോലെ ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സവോള സ്ലൈസ് ചെയ്തതല്ല, നല്ലോണം കുഞ്ഞതായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതങ്ങോട്ട് വെന്തുടയണം, അതിൽ സവോള ചേർത്തെന്ന് മനസ്സിലാവേ ചെയ്യരുത്, അങ്ങനെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ ഒരു വലിയ തക്കാളി, സവോളയും തക്കാളിയും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചധികം ഗ്രാമ്പു, കുറച്ചധികം ഏലയ്ക്ക, പിന്നെ ഒരു വലിയ ഉണങ്ങിയ നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കുറച്ച് മതി, ഒരു ടീസ്പൂണൊക്കെ കുരുമുളക്, ഹോൾ പെപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചധികം ഏലക്കയും കുറച്ചധികം ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. നമ്മൾ മന്തി ഉണ്ടാക്കുമ്പം ആ ഒരു സ്പൈസിൻ്റെ ഫ്ലേവർ എപ്പോഴും മുന്നിട്ട് നിൽക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 2 ലാമ്പിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്കല്ല, ലാമ്പ് സ്റ്റോക്കാണ്, വാങ്ങിക്കാൻ കിട്ടും. ചിക്കൻ സ്റ്റോക്കൊക്കെ ഉള്ളിടത്ത് തന്നെ ഉണ്ടാവും ലാമ്പ് സ്റ്റോക്ക്. അതുപോലെ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 പീസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മളിതിലോട്ട് എക്സ്ട്രാ ഈ ലാമ്പിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കിയതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, അതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇനി കുറച്ച് സംഭവങ്ങളൂടെ ചേർക്കാനുണ്ട്. തക്കാളി ഒന്നുകൊണ്ട് വഴറ്റി വന്ന ശേഷം നമുക്കിതിലോട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക. അതൊരു 4 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ, 4 ടീസ്പൂൺ നിറയെ ഉണ്ടാവും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്.
അതുപോലെ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുമ്പോൾ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ ലാമ്പിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നില്ലാത്തവർ നമ്മളിപ്പം മട്ടൺ വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കുവാണെന്ന്, അപ്പോൾ കുറച്ച് മാത്രം ഒരു അരക്കപ്പൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പം ഈ ലാമ്പിൻ്റെ സ്റ്റോക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്യൂബ് ചേർക്കാത്തവർ ഇത് മുഴുവനായിട്ട് ചേർക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മട്ടൻ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മാരിനേറ്റ് ചെയ്ത് കേട്ടോ, വേവിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പിച്ചുമ്പം അത് മട്ടന് അതിൽ നിന്ന് പോരണം കേട്ടോ, ആ ഒരു പരുവത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 80% ഇപ്പം മട്ടൻ വെന്തിരിക്കണം, ബാക്കി പിന്നെ ഇത് ദമ്മിടുന്ന സമയത്ത് വെന്തോളും. ഇനി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മുമ്പ് ഞാൻ മട്ടൻ മന്തി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പ്രഷർ കുക്കറിലായിരുന്നു ഈ മട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു റെസിപ്പി തന്നെയാണ്. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വലിയ പീസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. നമ്മൾ 1 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം ആ എണ്ണ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. മട്ടൻ്റെ ഈ വലിയ പീസ് ലെഗ് ഉണ്ടല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചോറ് ദമ്മിടുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോഴാണ് ആ മട്ടൻ മന്തിക്ക് അതിൻ്റേതായ ഒരു മണമൊക്കെ വരുള്ളൂ, ചോറിലൊക്കെ നല്ല ഫ്ലേവർ ആവുള്ളൂ. അപ്പം ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ദമ്മിടുന്നതിന് തൊട്ട് മുമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ മന്തിയൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പം ഒരു റെഡ് കളർ കാണൂലേ, അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും നിർബന്ധമില്ല, കളർ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ കളർ ചേർക്കുമ്പോൾ കേക്കിലോട്ട് ചേർക്കുന്ന കളറൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിലായിട്ട് നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കിൻ്റെ കളർ ഉണ്ടല്ലോ, ഓറഞ്ച് റെഡ്, അതാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇതിൻ്റെ മുകളിൽ ഇട്ട് ദമ്മിടാം. നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ നെയ്യോ അല്ലെങ്കിൽ മല്ലിയില പുതിനയില ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് അരി ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക, കുറച്ച് മാത്രം മതി, പേരിന് മാത്രം ഒന്ന് ചേർക്കുന്നേ ഉള്ളൂ. ഈ കളറ് പെട്ടെന്ന് നമ്മൾ അരിയിൽ മൊത്തത്തിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കുറച്ചധികമായി പോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അരി കൂടുതൽ എടുത്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അരി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ മന്തി എന്ന് പറയുമ്പം ആ ഒരു ടെക്സ്ചറിൽ കിട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചോറ് കുക്കായത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് വേണം ഇതുപോലെ ലിഡ് വെച്ചിട്ട് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 1 മണിക്കൂർ ദമ്മിടണം കേട്ടോ. അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചോറ് നമ്മൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ചോറ് കൂടുതൽ വെന്ത് പോവില്ലെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം ഇത് നമ്മൾ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാ ബസ്മതി റൈസ് ആണെങ്കിൽ നമ്മൾ ചോറ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ചൊരു പാകത്തിൽ വേണം കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് അരിയൊക്കെ കണ്ടോ, നല്ല ഫ്ലഫി, എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ മന്തിയുടെ റൈസിൻ്റെ ആ ടെക്സ്ചർ തന്നെ ഇല്ലേ, ആ ഒരു മഞ്ഞയും റെഡും വൈറ്റും എല്ലാം കൂടി മിക്സ്ഡായിട്ട്. അതുപോലെ നമ്മുടെ മട്ടനൊക്കെ വെന്തിട്ടുണ്ടോ നോക്കാം. എന്തായാലും വെന്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലോണം മസാലയൊക്കെ കോട്ടഡാണ്. ഞാൻ അതിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് റൈസും അതെല്ലാം കൂടി മുകളിലുള്ള റൈസ് എല്ലാം കൂടി ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള റൈസും ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മട്ടൻ കണ്ടോ,
നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം കൂടി ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലായിരിക്കും നല്ലോണം മസാല ഒക്കെ ഉള്ളത് കേട്ടോ. നല്ല ഫ്ലേവർ ഉള്ളത് ഈ ഒരു റൈസിലായിരിക്കും. എല്ലാം കൂടി ഞാൻ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ റൈസും ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നില്ല, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ആ ഒരു ടെക്സ്ചർ കിട്ടണം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൻ മന്തിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വാഴയിലയിലാണ് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ സാധാ മട്ടൺ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിലും എല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ വലിയ പീസാക്കിയിട്ട് ഉള്ള മന്തി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു സൈസിലുള്ള പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഈദൊക്കെ വരുവാണ്. അപ്പോൾ ഈദിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ചോറുണ്ടാക്കണം എന്നാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ ലോഗോ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോയിൽ, ഐഷാസ് കിച്ചൻ ലോഗോ ലോഞ്ചിങ് വീഡിയോയിൽ ഞാനൊരു കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. കേക്ക് ഉണ്ടാക്കിയ ആളുടെ പേര് പറയാൻ വിട്ടുപോയി. ജിസ്ന എന്നാണ് പേര് കേട്ടോ. ജിസ്ന സുൽഫിക്കർ എന്നാണ് പേര്. അതുപോലെ തന്നെ മേമാസ് മെനു എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. മേമാസ് കേക്ക്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ആ കേക്കിൻ്റെ ഭംഗിയുണ്ട്, കേക്കിനെ പറ്റി മാത്രം പറഞ്ഞോളൂ, അത് ഉണ്ടാക്കിയ ആളെ പറ്റി പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്